ചരിത്രമുറങ്ങുന്ന ഹംപി ഉത്തര കർണാടകയിലെ ബെല്ലാരി ജില്ലയിൽ തുംഗഭദ്ര നദിക്കരയിലാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപി സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയതാണ് ഹംപി. ഈ ഹംപിയിൽ ഫേമസ് ആയ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. വിരുപക്ഷ ക്ഷേത്രം, കൃഷ്ണക്ഷേത്ര സമുച്ചയം, അച്യുതരായ ക്ഷേത്രം, വിത്തല ക്ഷേത്രം, പട്ടാഭിരാമ ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ. ആകാരം കൊണ്ടും നിർമ്മിതിയിലെ സൂക്ഷ്മതയോടും ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന വിരുപക്ഷ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകളും, അതുകൂടാതെ കൃഷ്ണ ടെമ്പിള്, കട്ലകാളു ടെമ്പിള്, ലക്ഷ്മി നരസിംഹ ടെമ്പിള്, ബഡാവലിംഗ ടെമ്പിള്, ഇത്രയും ക്ഷേത്രങ്ങളുടെ കാഴ്ചകളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഹംപിയിലെ വിരുപക്ഷ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ചരിത്രനഗരമായ ഹംപിയിൽ തലയുയർത്തി നിൽക്കുന്ന പുണ്യക്ഷേത്രമാണ് വിരുപക്ഷ ക്ഷേത്രം. വാസ്തുവിദ്യയും ഭക്തിയും ഒരുപോലെ സംഗമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഹംപിയിൽ നിൽക്കുമ്പോൾ ഋതുകാല ശേഷികൾ നിറഞ്ഞ ഒരു രാജനഗരമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് തോന്നും. അതുപോലെ തന്നെ ചരിത്രത്തിൽ നിന്ന് നേരിട്ടിറങ്ങിയ മറ്റുള്ള കുറേ കെട്ടിടങ്ങൾ. ഇതിനിടയിലാണ് വിരുപക്ഷ ക്ഷേത്രം. ഇത് ദീർഘചതുരാകൃതിയിലുള്ള ഒരു ക്ഷേത്രമാണ്. പഴയ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപിയിലെ വിരുപക്ഷ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഈ കാണുന്നത് ക്ഷേത്രത്തിലെ നാഗദേവതയുടെ പ്രതിഷ്ഠയാണ്. അതുകൂടാതെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ധന്വന്തരിയുടെ പ്രതിഷ്ഠ. അതിനടുത്ത് തന്നെയാണ് ഭുവനേശ്വരിയുടെ പ്രതിഷ്ഠ. ഈ 3 പ്രതിഷ്ഠകളും കണ്ട ശേഷം നമ്മൾ കടക്കുന്ന ക്ഷേത്രത്തിൻ്റെ മറ്റൊരു അത്ഭുതത്തിലേക്കാണ്. അമ്പലത്തിൻ്റെ പുഴയോട് തിരിഞ്ഞിരിക്കുന്ന ഭാഗത്തെ ചുമരിലെ വലിയ തുളയിലൂടെ അമ്പലത്തിന് മുന്നിലുള്ള ഗോപുരത്തിൻ്റെ ചിത്രം പുറകിലെ ചുവരിൽ തലതിരിഞ്ഞ് കാണാൻ സാധിക്കും. ശാസ്ത്ര സാങ്കേതികവിദ്യ ഒട്ടും വളർന്നില്ലാത്ത കാലത്തുള്ള ഒരു അത്ഭുത നിർമ്മിതിയാണ് ഇത്തരം കാഴ്ചകൾ. ഈ കാണുന്ന കല്യാണ മണ്ഡപമാണ്. ഇവിടെ ധാരാളം ഓൾഡ് പെയിൻറ്റിങ്ങുകളും സീലിംഗ് പെയിൻറ്റുകളും എല്ലാം കാണാൻ സാധിക്കും. ധാരാളം ചിത്രപ്പണികളുള്ള തൂണുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലുള്ള ചിത്രങ്ങൾ 14-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും അത്രയും പഴക്കമുണ്ട്. നമ്മൾക്ക് ഈ മണ്ഡപത്തിൻ്റെ മുകളിലായിട്ട് ധാരാളം സീലിങ്ങുകൾ വരച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ശിവപാർവതി വിവാഹം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൂടാതെ മറ്റൊന്ന് രാമൻ സീതയുടെ ഇതിഹാസം കാണിക്കുന്നുണ്ട്. 3-ാമത്തെ പാർവതിയിൽ താല്പര്യമുണ്ടാകാൻ കാമദേവൻ ശിവന് നേരെ അമ്പ ചെയ്തതിൻ്റെ ഇതിഹാസം കാണിക്കുന്നുണ്ട്. 4-ാമത്തത് ഹിന്ദു പണ്ഡിതനായ വിദ്യാരണ്യനെ ഘോഷയാത്ര കൊണ്ടുപോകുന്നത്. എല്ലാ സീലിംഗ് പെയിൻറ്റുകളും 10-ാം നൂറ്റാണ്ടിലെ നവീകരണത്തിൽ നിന്നുള്ളതാണ്. യഥാർത്ഥ ചിത്രങ്ങൾ തീമുകൾ അജ്ഞാതമാണ്. ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ കരിങ്കല്ലിൽ പാകി മനോഹരമാക്കിയ മുറ്റം, ക്ഷേത്രത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന കനാൽ, മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഉപദേവത ക്ഷേത്രങ്ങൾ, അത് മറ്റൊരു പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാസ്തുവിദ്യയും ഭക്തിയും ഒരുപോലെ സമന്വയിച്ചിരിക്കുന്ന വിരുപക്ഷ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ഈ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് എങ്ങനെയെന്നുള്ളൊരു വിശ്വാസം കാഞ്ചീപുരത്തെ പല്ലവ രാജാക്കന്മാരെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തിയതിൻ്റെ സ്മരണയ്ക്കായി വിക്രമാദിത്യ 2-ാമൻ്റെ റാണിയായിരുന്ന ലോകമഹാദേവിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. Gandhamadana hill. That's Gandhamadura. Gandhamadava. Gandhamadava. Rishimukha. അത് ഋഷിമുഖ. Behind Anjanath hill. Anjana. Behind Anjana? Anjanath. Anjanath. Hanuman. മാതുങ്ക. Matunga. ഈ കാണുന്ന കട്ലകാളു ഗണേശ ടെമ്പിളാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് ഹേമകൂട ഹിൽസിലെ
ശശിവേഗൽ ഗണേശ ടെമ്പിളാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കട്ടളകാട് ഗണേശ ടെമ്പിളും. അതുകൂടാതെ നമ്മളിപ്പോൾ വിരുപക്ഷ കഴിഞ്ഞു അടുത്ത കട്ടളകാട് ഗണേശ ടെമ്പിളിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ಮೇಡಮ್ ಕಿಷ್ಕಿಂದ ರಾಮಾಯಣ 7 ಚಾಪ್ಟರ್ಸ್. ರಾಮಾಯಣ ಬಾಲ್ಯಕಾಂಡ, ಯುದ್ಧಕಾಂಡ, ಸುಂದರಕಾಂಡ, ಉತ್ತರಕಾಂಡ, ಕಿಷ್ಕಿಂದ. ದಿಸ್ ಇಸ್ ಕಿಷ್ಕಿಂದ ಕಾಂಡ. ಕಿಷ್ಕಿಂದ 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 ವಾಟ್ ಇಸ್ ದ ಮೀನಿಂಗ್ ಕಿಷ್ಕಿಂದ? ಕಿಷ್ಕಿಂದ ಮೀನಿಂಗ್ ವ್ಯಾಲಿ ಘಾಟಿ. ಟ್ರಾವಲ್ ಟು ಶ್ರೀಲಂಕಾ. ಕಿಷ್ಕಿಂದ ನಗರಿ ಕಿಷ್ಕಿಂದ. ಈ ಕಿಷ್ಕಿಂದ ಘಾಟಿ ಏನಿದ್ದಾರೆ ಘಾಟಿ ವ್ಯಾಲಿ ಮತ್ತು ವಿಜಯನಗರ ಕ್ಯಾಪಿಟಲ್ ನ್ಯಾಚುರಲ್ ಸೇಫ್ಟಿ. 40% guard by valley, 30% river Tungabhadra water flow, the other 30% man-made. 100%. This is the natural. From here more 500 meters. From there we do this. ഈ കാണുന്നതാണ് കട്ടളകാട് ഗണേശ വിഗ്രഹം. അതിഗംഭീരമായൊരു വിഗ്രഹം തന്നെയാണ്, വളരെ വലിയ വിഗ്രഹം തന്നെയാണ്. നമ്മൾ ഹേമഗഡ ഹിൽസിലെ ശശിവേഗൽ ഗണേശ വിഗ്രഹത്തെക്കാളും വലിയ വിഗ്രഹം തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു അമ്പലം തന്നെയാണത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച കണ്ട ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കൃഷ്ണ ടെമ്പിളാണ്. ഈ പോകുന്ന വഴിക്ക് ധാരാളം കാഴ്ചകളുണ്ട്. കൃഷ്ണ ടെമ്പിളിലേക്ക് ഇവിടുന്ന് 300 മീറ്റർ ദൂരമേ ഉള്ളൂ. ആ പോകുന്ന വഴിക്ക് ധാരാളം നല്ല കാഴ്ചകൾ, ധാരാളം ചെറിയ ചെറിയ മണ്ഡപങ്ങൾ, ചെറിയ ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ, അങ്ങനെ ഞങ്ങൾ നല്ല കാഴ്ചകളുണ്ട് മുന്നോട്ട് പോവുകയാണ്. ഗൈഡ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ കാണുന്ന വലിയൊരു നന്ദിയുടെ പ്രതിമ കണ്ട് പോകുന്ന വഴി, അതുകൂടാതെ തന്നെ ഒരു വലിയൊരു പാർക്കലിൽ കുത്തിവെച്ച ശിവലിംഗവും പാർവതിയുടെയൊക്കെ ചിത്രങ്ങളും, അതും ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ്. ഈ കാണുന്നതാണ് ഹംപിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കൃഷ്ണ ടെമ്പിൾ. അപ്പോൾ ഇനി അങ്ങോട്ട് കൃഷ്ണ ടെമ്പിളിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹംപിയിൽ 3-4 വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. വിരൂഷ ക്ഷേത്രം, കൃഷ്ണക്ഷേത്രം, അച്യുതരായ ക്ഷേത്ര സമുച്ചയം, വിത്തല ക്ഷേത്രം. അതിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൃഷ്ണ ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. Grains, Navadanya. Nati grains. Siridhanya. The bazaar 500 meters. 500. Left side, right side, Krishna Bazaar. And this is the Krishna temple, Krishna Bazaar. Here, madam, Instagram. Krishna Bazaar. Devanagari. Shloka, Bhagavad Gita, Shloka written here. And it is written in local language. Kannada language. Kannada language. Dwarapalaka, Jaya Vijaya. Here we have a Ganga, Yamuna, Saraswati. And inside is river Avataranam, Dashavatara Dikta Dekhiye, Dashavatara. Matsya, Kurma, Varaha, Narasimha, Vamana, Rama, Balurama, Parshurama, Buddha. Dashavatara. Kalki, Krishna, all are Dashavatara. Vishnu Dashavatara. There is the middle. Madam, Chaturka Vijay dekhiye, Chaturka Vijay. Madam, Chaturka Vijay. Kargosh. कल पूर्णिमा है ना, कल पूर्णिमा खरगोश यानी चंद्र के अंदर ऐसा खरगोश दिखते हैं कल आपको. खरगोश. खरगोश यानी चंद्र. खरगोश वो लाल पेंडिंग है ना, सूर्य और दोनों राहु के एक्लिप्स.
ഈ കൃഷ്ണ ടെമ്പിൾ നിർമ്മിച്ചൊരു ചരിത്രം ഇങ്ങനെയാണ്. കിഴക്കൻ രാജ്യമായ ഉദയഗിരി അല്ലെങ്കിൽ ഉത്കല, ഇന്നത്തെ ഒറീസ സംസ്ഥാനം, അത് കീഴടക്കിയതിൻ്റെ ആഘോഷത്തിനായി 1513 അന്നത്തെ രാജാവായ കൃഷ്ണദേവരായ നിർമ്മിച്ച ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന വിഗ്രഹം കൃഷ്ണൻ്റെ ശിശുവായ രൂപമാണ്. അതായത് കൃഷ്ണൻ്റെ ബാലകൃഷ്ണ രൂപം. ഈ വിഗ്രഹം ഇപ്പോൾ ഇവിടെ ഇല്ല, ഇത് ചെന്നൈയിലെ മ്യൂസിയത്തിലാണ്. ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് സ്ഥാപിച്ചിരുന്ന കൂറ്റൻ സ്ലാബുണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ കഥയും പണ്ടത്തെ ഒറീസ കീഴടക്കിൻ്റെ കഥയും എല്ലാം അതിൽ പറയുന്നുണ്ട്. നമ്മളീ ഹംപിയിൽ വന്നാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്ന് കൃഷ്ണ ടെമ്പിളാണ്. ഇതിൻ്റെ തൂണുകളും ക്ഷേത്രമണ്ഡലങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളും അതിലുള്ള കൊത്തുപണികളൊക്കെ വളരെ മനോഹരമാണ്. നിരവധി ചെറിയ ആരാധനാലയങ്ങളും തൂണുകളും ഹാളുകളും ഈ ക്യാമ്പസിനെ അലങ്കരിക്കുന്നുണ്ട്. പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് കിഴക്കായാണ് ക്ഷേത്ര അടുക്കള സ്ഥിതി. ഇതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. ഒറീസയിലെ ഗജപതി രാജാക്കന്മാരെ കൃഷ്ണദേവരായർ കീഴടക്കിയതിൻ്റെ സ്മരണയ്ക്കായി 1515 നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ബാലകൃഷ്ണൻ്റെ ശിശുവായ ശ്രീകൃഷ്ണൻ ഭീമാകാരമായ ഒരു പ്രതിമ എടുത്ത് യുദ്ധ ട്രോഫിയായി ഇവിടെ സ്ഥാപിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മാത്രമല്ല, രാജാവിൻ്റെ സമ്മാനങ്ങളും സംഭാവനകളും ഇവിടെയുള്ള ഒരു ശിലാലേഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ആചാരങ്ങൾക്കായി സ്വർണം, വെള്ളി വസ്തുക്കൾ, വിവിധ വഴിപാടുകളുടെയും ഉത്സവങ്ങളുടെയും ചെലവുകൾ വഹിക്കാൻ 11 ഗ്രാമങ്ങൾ, ക്ഷേത്രത്തിൽ വിവിധ സേവനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട 37 ബ്രാഹ്മണരുടെ പരിപാലനത്തിന് അധിക ഭൂമി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ കാണുന്ന ഗോപുരം, അതായത് കിഴക്ക് ഭാഗത്തുള്ള പ്രധാന ഗോപുരം, വളരെ ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ്. അതിൽ നിരവധി കൊത്തുപണികളുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളുടെ കൊത്തുപണികൾ. അത് വളരെ പ്രത്യേകതയുള്ളൊരു കാഴ്ച തന്നെയാണ്. ഈ ഗോപുരത്തിലെ ചുവരുകൾ ഇതിഹാസ കഥകളുണ്ട്. കൊത്തിയ ചുരുക്കം ചില ക്ഷേത്രങ്ങളൊന്നാണത്. നമ്മൾ ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ ഈ കൃഷ്ണ ടെമ്പിളിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹേമഗഡ കുന്നിൻ്റെയും 2 ഗണേശ ക്ഷേത്രങ്ങളുടെ തെക്ക് ഭാഗത്താണ് കൃഷ്ണ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഹംപിയുടെ 4 പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കൃഷ്ണ ടെമ്പിൾ. നമ്മൾ ഈ കൃഷ്ണക്ഷേത്രത്തിൻ്റെ അല്പം തെക്ക് പടിഞ്ഞാറായി ലക്ഷ്മി നരസിംഹ ടെമ്പിളും ബഡാവലിംഗ ക്ഷേത്രവുമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് ഹംപിയിലെ ലക്ഷ്മി നരസിംഹ ടെമ്പിൾ. ഹംപിയിലെ ഏറ്റവും വലിയ പ്രതിമയാണത്. ശേഷ എന്ന 7 തലയുള്ള ഭീമാകാരമായ പാമ്പിൻ്റെ ചുരുളിലാണ് നരസിംഹൻ ഇരിക്കുന്നത്. ഈ ലക്ഷ്മി നരസിംഹ ടെമ്പിളിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു മോണോലിത്തിക് സ്ട്രക്ചറാണ്. നരസിംഹൻ്റെ ഏറ്റവും വലിയ സ്ട്രക്ചറാണ്. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഹൈറ്റ് നമുക്ക് തോന്നിക്കും. ഹംപിയിൽ വന്നാൽ മിസ്സാക്കാൻ പറ്റാത്ത 2-3 സ്ഥലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് നരസിംഹ ടെമ്പിളും ബഡാവലിംഗ ടെമ്പിൾ, പിന്നെ വിത്തല ടെമ്പിൾ. ഇതൊക്കെ ഹംപിയിൽ വന്നാൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ്. ഈ ലക്ഷ്മി ടെമ്പിളിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഉഗ്ര നരസിംഹ ടെമ്പിൾ. നരസിംഹ അതിൻ്റെ ഭയാനകമായ രൂപത്തിൽ ഇവിടെ കാണാൻ സാധിക്കും. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളും മുഖഭാവവുമായിരിക്കും ഈ പേരിന് അടിസ്ഥാനം. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളൊന്നാണ് നരസിംഹം.
യഥാർത്ഥ പ്രതിമയിൽ ദൈവത്തിൻ്റെ ഭാര്യയായ ലക്ഷ്മി ദേവിയുടെ മടിയിലിരിക്കുന്ന ചിത്രമുണ്ടായിരുന്നു. എന്നാൽ വിജയനഗരത്തിൻ്റെ പതനത്തിലേക്ക് നയിച്ച യുദ്ധത്തിൽ ഈ പ്രതിമയ്ക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. മടിയിൽ കുത്തി ലക്ഷ്മിയുടെ ഇത്രയും വലിയ പ്രതിമയുടെ കേടുപാടുകൾ സംഭവിച്ച ഭാഗം ഇവിടെ കാണാനില്ല. ഒരു പക്ഷേ അത് ചെറിയ കഷ്ണങ്ങളായി കിടക്കുന്നുണ്ടാകും. എന്നാൽ ഇതാണ് ബഡാവലിംഗ ടെമ്പിൾ. ഇത് ഹംപിയിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിയ ടെമ്പിളാണ്. വലിയൊരു ശിവലിംഗമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു മോണോലിത്തിക് സ്ട്രക്ചറാണ്. ഇതിൻ്റെ മുകളിൽ മേൽക്കൂര ഇല്ലെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതൊരു വലിയൊരു ശിവലിംഗമാണ്. ഇതിൻ്റെ ഹൈറ്റ് ഒരു 3 മീറ്റർ വരും. ഇതിന് താഴെ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഉറവയാണെന്നാണ് പറയപ്പെടുന്നത്. ഭൂമിക്കടിയിലെ ചാലുകളിൽ നിന്നുണ്ടാകുന്നതാണ് ഈ വെള്ളം എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എൻ്റെ ഹംപിയിലെ 3ാമത്തെ എപ്പിസോഡാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഗിരീഷ്.